രക്ഷപ്പെട്ടു. സ്കൂളൊന്ന് പൂട്ടി കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. നീ പറഞ്ഞത് 100% ശരിയാ ചിന്നുമോളെ. ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ നീ ഇപ്പൊ പറയുന്ന കാര്യം. എക്സാമിന്റെ ഒരു ഡ്രസ് എത്രയായിരുന്നു. ഒരു ഭാഗം പഠിച്ചു വരുമ്പേക്ക് മറ്റേ ഭാഗം മറക്കും, മറ്റേ ഭാഗം പഠിച്ചു വരുമ്പേക്കോ ആദ്യത്തെ ഭാഗം മറക്കും. അത് നിനക്കല്ലേ. ഞാനാണെങ്കിൽ ഡീപ്പായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഓരോ പാഠത്തിന്റെ ഇമ്പോർട്ടന്റ് ഭാഗമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. കുഞ്ഞുമോളെ, എന്നിട്ട് നീ നന്നായി പരീക്ഷ എഴുതിയോ? പിന്നല്ല, തകർത്ത് എഴുതി. ഞാൻ 1-2 ഓരോ വിഷയത്തിലും വിട്ടിട്ടുണ്ട്. എനിക്കറിയണതേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഓരോ ഭാഗവും നല്ല ഡീപ്പായിട്ട് അറിഞ്ഞു നോക്കി എല്ലാ കണ്ടന്റും നേരെ പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം ഈസി ആയിരുന്നു. ഓ, നീ വല്ല പഠിപ്പിസ്റ്റല്ലേ? അപ്പൊ നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും എക്സാം കഴിഞ്ഞിട്ടിയപ്പോ മനസ്സിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ശരിയാ നീ പറഞ്ഞത്. നിനക്ക് കിട്ടിയ പോലെ എനിക്കും സന്തോഷം കിട്ടി. ഇനിയിപ്പോ നമുക്ക് സമാധാനമായിട്ട് കളിക്കാലോ. പല സ്ഥലത്തേക്ക് പോകും ചെയ്യാം. അപ്പൊ കുട്ടാ, നീ എക്സാമിന്റെ ടൈമിന് പറഞ്ഞിരുന്നില്ലേ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് കളിക്കാൻ പോണെന്ന്? അതേതാണ് സ്ഥലം? നമുക്കിന്ന് പോയാലോ? അതൊക്കെ ഉണ്ട്. അതൊരു ഒന്നൊന്നര സ്ഥലാ. അതേതാണ് അപ്പുക്കുട്ടാ ഞങ്ങൾ അറിയാത്ത സ്ഥലം? അതൊക്കെ ഉണ്ട് ചിന്നുമോളെ. ആ സ്ഥലം കണ്ടാ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഓഹോ, അത്രക്കും രസമുള്ള സ്ഥലമാണോ? എന്നാ നമുക്ക് ഉറപ്പായിട്ടും പോണം. പിന്നല്ല, എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ സ്കൂളുമില്ലല്ലോ, ഈ സമാധാനത്തോടെ പോവാം. അല്ല, നിനക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആരെയും പറഞ്ഞിരുന്നേ? എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നതാ. മുത്തശ്ശി എനിക്ക് അതിനോട് കൂടെ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. കഥയോ? എന്ത് കഥ? കഥ നല്ല രസമുള്ള കഥ. ഒരു കുട്ടിച്ചാത്തന്റെ കഥയാ. എന്ത് കുട്ടിച്ചാത്തനോ? അയ്യോ, അത് പിശാചല്ലേ? അത് പിശാചൊന്നല്ല, നമ്മളെ പോലെ തന്നെയുള്ള ഒരു കുട്ടിയാ. അതുകൊണ്ടല്ലേ അതിന് കുട്ടിച്ചാത്തൻ എന്ന് പേരിട്ടത്? അയ്യോ, അപ്പൊ കുട്ടിച്ചാത്തനുള്ള സ്ഥലത്തേക്കാണോ നമ്മൾ പോകാൻ നിൽക്കുന്നേ? കുട്ടിച്ചാത്തനുള്ള സ്ഥലത്തേക്കൊന്നുമല്ല, അതിന്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഏത്? കുട്ടിച്ചാത്തൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തോ? അയ്യോ, കുട്ടിച്ചാത്തൻ ഇരിക്കുന്ന സ്ഥലത്തേക്കൊന്നും നമുക്ക് പോണ്ട. പേടിത്തൂറി അമ്മക്കുട്ടി, നിന്നെ എന്തിനു കൊള്ളാം? കുട്ടിച്ചാത്തൻ ഇരിക്കുന്നത് ഒരു ബംഗ്ലാവിലാണാ പറഞ്ഞേ. നമ്മൾ എവിടേക്കൊന്നല്ല പോകുന്നത്. അതിനടുത്തൊരു കളിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്കാ. എടാ, അവിടേക്ക് പോണോ? വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. നമുക്ക് അവിടേക്ക് എവിടേക്കെങ്കിലും പോയാ പോരെ? നിന്റെ പേടി നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ഈ ലോകത്ത് ആരെയും പേടിക്കുന്നില്ല. പറഞ്ഞു വന്നപ്പോ എനിക്കും കുറച്ചൊക്കെ പേടി കിട്ടോ അപ്പക്കുട്ടാ? നല്ല ആളാ പിന്നെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണേ. അല്ലടാ, അപ്പൊ നമ്മൾ അവിടേക്ക് കളിക്കാൻ പോയാ കുട്ടിച്ചാത്തൻ വല്ലതും നമ്മളെ ശല്യം ചെയ്യുവോ? ആരും ശല്യം ചെയ്യില്ല. നമ്മൾ വെറുതെ കളിക്കാനല്ലേ പോകുന്നേ. മാത്രല്ല, നമ്മൾ ബംഗ്ലാവിലേക്കും പോകുന്നൊന്നുമില്ലല്ലോ. എന്നാലും വേണോടാ? വേണം. നീ വേറെ ഒന്നും പറയണ്ട. ഇന്ന് പോണെന്ന് പറഞ്ഞാ പോണം. അല്ലടാ അപ്പുക്കുട്ടാ, നിന്റെ മുത്തശ്ശിയല്ലേ ഈ കഥയൊക്കെ നിനക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞത്? അപ്പോ മുത്തശ്ശി നിന്നെ പോവാനായിക്കോ? അതിന് നമ്മൾ മുത്തശ്ശിയോടൊന്നും പറയുന്നില്ലല്ലോ. എനിക്ക് മുത്തശ്ശി പറഞ്ഞ കഥ കേട്ടിട്ട് ഇൻട്രസ്റ്റ് വന്നിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് പോവാന്നൊരു പ്ലാൻ ഇട്ടത്. പണ്ട് കാലത്ത് കുട്ടിച്ചാത്തനൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നും അവിടെ കളിച്ചിട്ടുണ്ടെന്നൊക്കെയാ മുത്തശ്ശി പറഞ്ഞേ. ഓഹോ, അങ്ങനെയൊക്കെയാണോ? എടാ, അപ്പൊ ഈ കുട്ടിച്ചാത്തന് അമ്മയും അച്ഛനൊന്നും ഇല്ലേ? അയ്യേ, കുട്ടിച്ചാത്തന് അമ്മയും അച്ഛനൊന്നുമില്ല. കുട്ടിച്ചാത്തനൊരു ഭൂതമാണ്, ഭൂതം. മാത്രല്ല, കുട്ടിച്ചാത്തന് ഒരുപാട് കാലം ആയുസ്സും ഉണ്ടാകും. എത്ര വർഷം വേണമെങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയും. അവർക്ക് മരണമില്ല. ഓഹോ, മരണമില്ലാത്ത ജീവിതോ? അതെ, മരണമില്ലാന്നാ മുത്തശ്ശി പറഞ്ഞേ. അപ്പൊ മരണമില്ലെങ്കിൽ കുട്ടിച്ചാത്തൻ ഇത് കൂടെ നടന്നൂടെ? എല്ലാവരോടൊപ്പം കളിച്ച് നടന്നൂടെ? ഈ പൊട്ടിക്കാളി, കുട്ടിച്ചാത്തനെ ഏതോ ബോക്സിലിട്ട് അടച്ചു വെച്ചിരിക്കാനാ മുത്തശ്ശി പറഞ്ഞേ. എന്ത് ബോക്സിലിട്ട് അടച്ചു വെച്ചിരിക്കേ? ആര്? അതൊക്കെയുണ്ട്. പണ്ട് കാലത്ത് ഒരു മന്ത്രവാദി ബോക്സിലിട്ട് അടച്ചു വെച്ചിരിക്കായിരുന്നു കുട്ടിച്ചാത്തനെ. അങ്ങനെ മന്ത്രവാദി അവന്റെ ആവശ്യങ്ങൾക്ക് കുട്ടിച്ചാത്തനെ ഓരോ രീതിയിലും ഉപയോഗിക്കും. സ്വർണം മോഷ്ടിക്കാനും മറ്റു പല കാര്യങ്ങളും മോഷ്ടിക്കാനും കുട്ടിച്ചാത്തനെ കൊണ്ട് കഴിയും. അദൃശ്യനായി എല്ലാതും പോയി എടുക്കാനും കുട്ടിച്ചാത്തനെ കൊണ്ട് കഴിയും. അപ്പൊ കുട്ടിച്ചാത്തനെ ആർക്കും കാണാൻ കഴിയില്ലേ? കുട്ടിച്ചാത്തൻ വിചാരിക്കുന്നവർക്ക് മാത്രമേ കാണാൻ കഴിയൂ. ഓഹോ, അങ്ങനെയൊക്കെയാണല്ലേ? കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്കും കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഈ കാര്യങ്ങളൊക്കെ എന്റെ മുത്തശ്ശി പറഞ്ഞുള്ള അറിവാ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ കുട്ടിച്ചാത്തൻ ഒരാൾ സംഭവമാണല്ലേ? എടാ അപ്പുക്കുട്ടാ, കുട്ടിച്ചാത്തൻ നമ്മളെ ഉപദ്രവിക്കുക വല്ലതും ചെയ്യോ? കുട്ടിച്ചാത്തന് കുട്ടികളെ ഇഷ്ടമാ എന്നാ മുത്തശ്ശി പറഞ്ഞത്. അല്ല, മുത്തശ്ശിക്കൊക്കെ അതെങ്ങനെ അറിയാ? മുത്തശ്ശി കുട്ടിച്ചാത്തനെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ ഈ മുത്തശ്ശിയോട് ചോദിച്ചു നോക്കാം, മുത്തശ്ശിക്കൊക്കെ കുട്ടിച്ചാത്തനെ കുറിച്ച് എങ്ങനെ അറിയാന്ന്. ചിലപ്പോ മുത്തശ്ശിയും കുട്ടിച്ചാത്തനെ കണ്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇത്ര കാര്യമായിട്ട് മുത്തശ്ശിക്ക് അറിയോ? അതെ, എനിക്കും അത് തന്നെയാ തോന്നുന്നേ. എടാ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടിച്ചാത്തൻ ആ ബോക്സിലല്ലേ ഇരിക്കുന്നേ? അതെ, ബോക്സിന്റെ അകത്താന്നാ മുത്തശ്ശി പറഞ്ഞേ. അത് ഇങ്ങോട്ടേക്കൊന്നും വരില്ല, നമ്മൾ ഉപദ്രവിക്കും ചെയ്യില്ല. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നേ? നമ്മൾ കളിക്കാനല്ലേ പോകുന്നേ. ശരിയാലേ, കുട്ടിച്ചാത്തൻ ബോക്സിന്റെ ഉള്ളിലല്ലേ, നമ്മൾ ഉപദ്രവിക്കാനൊന്നും വരില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ കുട്ടിച്ചാത്തനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ കുട്ടിച്ചാത്തൻ നമ്മളെന്തെങ്കിലും ചെയ്യണം? അങ്ങനെ വൈക്കുക. അപ്പൊ കുറച്ചൊക്കെ ബുദ്ധി അകത്തിരിപ്പുണ്ടല്ലേ? പിന്നല്ല, നീ എന്നെ പറ്റി എന്താ കരുതിയേ? ഞാനൊരു സംഭവം. നീ ഈ കാണുന്നത് പോലെന്നല്ല ഞാന്. എന്റെ തലക്കകത്ത് നിറച്ച് ബുദ്ധിയാ.
ഓഹോ, എന്നാ എനിക്ക് കുറച്ച് തരുമോ? കുറച്ച് കൊണ്ടുപോയി വിൽക്കാലോ, പൈസ കിട്ടും. ഹഹാ, അത് കളിക്ക്. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. നിനക്ക് ഔപചാരികമായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എന്നോട് തീർത്താ മതി. ഞാൻ പറഞ്ഞു തരാം. എന്റെ ബുദ്ധി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ ആ കുട്ടിച്ചാത്തൻ ചിലപ്പോൾ ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടാൻ കാത്തു നിൽക്കായിരിക്കും. ആരെങ്കിലും വന്നെന്നെ രക്ഷിച്ചെങ്കിൽ എന്ന് കരുതിയിട്ട്. ഓഹോ, നീ അത്രക്ക് അങ്ങോട്ട് കടന്നു കയറണ്ട. അല്ല, കുഞ്ഞുമോള് പറഞ്ഞതിൽ സംശയമില്ലാതില്ല. എനിക്കും തോന്നുന്നുണ്ട് ചിലപ്പോ കുട്ടിച്ചാത്തൻ അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടാകും. അതെ അതെ, എത്ര കാലം വെച്ചിട്ടാ ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ കഴിയുന്നേ. ഒരു മോചനൊക്കെ ആ കുട്ടിച്ചാത്തനും ആഗ്രഹിക്കില്ലേ? എന്നാ എനിക്ക് സങ്കടം ഉണ്ടെങ്കിലേ ഈ ഒറ്റക്ക് പോയിട്ടേ ആ കുട്ടിച്ചാത്തന്റെ ബോക്സ് തുറന്നു കൊടുത്തളാ. അയ്യോ, എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പേടിയാണല്ലേ? ഏയ്, പേടിയൊന്നുമില്ല, എന്നാലും കുറച്ചില്ലാതില്ല. നീ എന്തിനാടി പേടിക്കുന്നേ? നിന്റെ കൂടെ ഞാനില്ലേ? നീ വാ, നമുക്ക് പോയി അത് തുറന്നു കൊടുക്കാം. പോടി, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. നീ അത് കാര്യത്തിലെടുക്കുന്നു ഞാൻ കണ്ടോ. എങ്കിലും പറഞ്ഞു തരുന്നതിന് മുമ്പ് അവൾ എടുത്തു ചാടുന്ന ഈ സ്വഭാവം അവൾക്ക് എപ്പോഴും ഇല്ലതാ. പോ, ഞാനൊന്നുമില്ല. ഇനി ആരും അങ്ങോട്ടേക്കൊന്നും പോവാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഏതായാലും കളിക്കുന്ന സ്ഥലത്തേക്ക് പോകാം അല്ലേ? അതെ അതെ, നമുക്ക് കളിക്കാൻ പോവാം. എങ്കി വാ.